കേരളത്തിലേത് ഒരു ധനപ്രതിസന്ധി മാത്രമേ ആയിട്ടുള്ളൂ. സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുമ്പോൾ സാമ്പത്തിക മേഖലയിൽ മൊത്തം ആഘാതം സൃഷ്ടിക്കുന്ന ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, അടിസ്ഥാനപരമായിട്ട് കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് നടത്താനായിട്ട് സാധിക്കണം എന്നുള്ളതിൽ രണ്ടഭിപ്രായമില്ല. നമസ്കാരം. നമസ്തേ. ശ്രീ ആദികേശവൻ സാർ, കേരളത്തിൻ്റെ ഒരു പൊതു ധനസ്ഥിതിയെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ സമൂഹത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന തുകയും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന തുകയും ഇത് തമ്മിലുള്ള ഒരു പൊരുത്തക്കേടായിരിക്കണമല്ലോ നമുക്ക് സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയാൻ കഴിയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ എവിടെയോ ഒരു പൊരുത്തക്കേട് കാണുന്നുണ്ട്. അപ്പോൾ താങ്കളൊരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ എങ്ങനെയാണ് ഈ പൊരുത്തക്കേടിന് ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ കാണുന്നത്? വേണു, നമ്മളിപ്പം സംസാരിക്കുമ്പോൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി. പക്ഷേ ശരിക്കും നമ്മൾ ടെക്നിക്കലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലേത് ഒരു ധനപ്രതിസന്ധി മാത്രമേ ആയിട്ടുള്ളൂ. സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുമ്പോൾ സാമ്പത്തിക മേഖലയിൽ മൊത്തം ആഘാതം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു മാന്ദ്യതയോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവവികാസങ്ങളോ ഒക്കെ ഉണ്ടാവണം. അത് ഉണ്ടായതായിട്ടുള്ള ഒരു ചർച്ചകളൊന്നും, അങ്ങനത്തെ പൊതുവെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടുള്ള ചർച്ചകളോ നിരീക്ഷണങ്ങളോ ഒന്നും ഞാനിതേവരെ കണ്ടിട്ടില്ല. അപ്പോൾ ധനപ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ ധനമന്ത്രി അടക്കം ഉള്ളവർ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് അതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ കണക്കിൻ്റെ അടിസ്ഥാനത്തിലും വസ്തുതകളുടെ അടിസ്ഥാനത്തിലും നമുക്ക് നോക്കാം. ഇപ്പോൾ ഈ സംഗതി അല്ലെങ്കിൽ ഈ പ്രശ്നം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുന്നിൽ വരെ എത്തിയ സ്ഥിതിക്ക് മാത്രമല്ല, സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ചുള്ള പരസ്യമായ ചർച്ചകൾ ഒഴിവാക്കണം, സമവായത്തിൻ്റെ പാതയിൽ കൂടി പോകുവാനായിട്ട് ശ്രമിക്കണം എന്നുള്ള നിരീക്ഷണം നടത്തിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രവും കേരളവും തമ്മിലുള്ള ചർച്ചകൾ വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറേയധികം പുരോഗതി ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ കേരളം ഉന്നയിച്ച എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം ഇതുവരെ ആയിട്ടില്ല. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെയുള്ള വേണുവിനോട് ആദ്യമേ പറയേണ്ട ഒരു കാര്യം പ്രേക്ഷകരോടും, നമ്മളിതിനെ സമീപിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് പറയുന്നതായിട്ട് അവസാനം തോന്നി ആ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പക്ഷം പിടിച്ചാണ് ഈ പ്രശ്നത്തിനെ നമ്മൾ നിരീക്ഷിക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത് എന്നുള്ള നിഗമനത്തിലേക്ക് ചിലപ്പോൾ ആൾക്കാർ എത്തുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കാരണം കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നോക്കിയാൽ കേരളത്തിൻ്റെ അവകാശവാദങ്ങൾ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രശ്നം എന്താണ്, ഇതാണ് നാം നോക്കേണ്ടത്. ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, അടിസ്ഥാനപരമായിട്ട് കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് നടത്താനായിട്ട് സാധിക്കണം എന്നുള്ളതിൽ രണ്ടഭിപ്രായമില്ല. ഒന്ന്, ആദ്യം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങുന്നത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇത് പറയുമ്പോഴും ഈ കേരളത്തിനെ കുറ്റപ്പെടുത്താനോ കേരളത്തിൻ്റെ ധനസ്ഥിതി തകർന്നിരിക്കുന്നു, തകർന്ന് തരിപ്പണമായിരിക്കുന്നു എന്നൊക്കെയുള്ള വീക്ഷണത്തോട് എനിക്ക് ഒട്ടുമേ യോജിപ്പില്ല. അത് പറഞ്ഞോട്ടെ മുഖവരിയായിട്ട് തന്നെ. പക്ഷേ നമ്മുടെ ധനകാര്യ മാനേജ്മെൻറ്റ് ധാരാളം മാറ്റങ്ങൾ വരുത്തേണ്ട സമയം സമാഗതമായിരിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഏറ്റവും പെട്ടെന്ന് നമുക്ക് നോക്കാവുന്ന ഒരു കണക്ക്, നമ്മുടെ ഇപ്പം GST കളക്ഷൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ, നമ്മളിത് സംസാരിക്കുന്നത് മാർച്ച് മാസത്തിലാണ്, 2024. ഫെബ്രുവരി 2024 വരെയുള്ള കണക്കുകൾ വളരെ കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഓരോ സംസ്ഥാനത്തിനും നേടാൻ സാധിച്ച GST കളക്ഷൻ്റെ വർധനവ് കഴിഞ്ഞ വർഷത്തെ ഫെബ്രുവരി ഈ വർഷത്തെ ഫെബ്രുവരി കണക്കുമായിട്ടുള്ള ആനുപാതികമായിട്ടുള്ള വളർച്ചാ നിരക്ക് എത്രയാണെന്നുള്ള കണക്ക് GST സൈറ്റിലുണ്ട്, PIB പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ കണക്കിലുണ്ട്. ആർക്കും ഇത് ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ കണക്കിൻ പ്രകാരം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ GST കളക്ഷൻ്റെ വർധനവ്
കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഫെബ്രുവരി വരെയുള്ള കണക്ക് സൂചിപ്പിക്കുന്നത് SGST സ്റ്റേറ്റ് GSTയും പിന്നെ IGSTയുടെ വിഹിതം ഇത് രണ്ടും കൂടിയിട്ടുള്ള തോതിൻ്റെ എമൗണ്ടിൻ്റെ വർധനവ് കേരള സംസ്ഥാനത്തിന് 6% മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത തമിഴ്നാടിന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 11%, കർണാടക 14%, മറ്റുള്ള മിക്കവാറും മഹാരാഷ്ട്ര ഇതുപോലെ 15%, മധ്യപ്രദേശ്, ബീഹാർ, ഉത്തർപ്രദേശ് ഒക്കെ തന്നെ നമ്മളെക്കാളും കൂടുതൽ വളർച്ചാ നിരക്ക് GST കളക്ഷനിൽ നേടുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് കേരളം ഒരു ഉൽപാദന സംസ്ഥാനം അല്ല, കേരളത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടിയിട്ടില്ല എന്നായിരിക്കുമല്ലോ അതിൻ്റെ അതാണ്. അപ്പം വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വേണം നമുക്ക് രണ്ട് നിഗമനങ്ങളിൽ എത്താൻ. ഒന്ന്, വളർച്ചാ നിരക്ക് അത്രയും കൂടുന്നില്ല എന്നുണ്ടെങ്കിൽ ശ്രീ വേണു പറഞ്ഞതുപോലെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ അല്ലെങ്കിൽ GSDP സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അത്ര കണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ എത്രത്തോളം വളരുന്നോ അത്രത്തോളം വളർച്ച നമുക്കുണ്ടാവുന്നില്ല എന്നുള്ളത് ഒരു നിഗമനത്തിലെത്താം. അല്ലെങ്കിൽ ഇനി ആഭ്യന്തര ഉൽപ്പാദനത്തിന് അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടാക്സ് കളക്ഷൻ GST കളക്ഷൻ കാര്യക്ഷമമായിട്ട് നടക്കുന്നില്ല. ഇത് രണ്ടുമേ എൻ്റെ ബുദ്ധിയിൽ കാരണമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുപോലെ ചിലവ്, സർക്കാരിൻ്റെ ചിലവ്, ഈ പറയുന്ന കണക്കുകൾ ഇപ്പോൾ ധൂർത്തെന്നൊക്കെ പറയുന്ന കണക്ക് എടുത്തു നോക്കിയാൽ 10 കോടി 20 കോടി ഒക്കെ തുക വരുന്ന സംഖ്യകളാണെങ്കിലും ഈ ജനങ്ങളുടെ മുമ്പിൽ ശരിക്കും ഈ സംഖ്യകൾ വലിയ സംഖ്യകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം. കാരണം നിത്യനിദാന ചെലവുകൾക്ക് പോലും വഴിയില്ല, സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ള ചിലവുകൾ നിർവഹിക്കാൻ പറ്റുന്നില്ലാത്ത സ്ഥിതിയിൽ ഒരു സംസ്ഥാന ഗവൺമെൻറ് നിൽക്കുമ്പോൾ സാധാരണ ജനങ്ങളുടെ പ്രതീക്ഷ കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ചിലവ് നിയന്ത്രിക്കുക എന്നുള്ളത്. അപ്പോൾ അവിടെയും കുറേ അധികം മാറ്റങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് വരുത്താൻ സാധിക്കണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ മാറ്റം വരുത്തിയാൽ ജനങ്ങൾക്ക് കുറച്ചുകൂടി ബോധ്യം വരും. നമ്മൾ സീരിയസ് ആണ്, നമ്മളിതിനെ കാര്യമായിട്ട് എടുക്കുന്നു, അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ഭരണകർത്താക്കളും ഭരണ സംവിധാനവും അത് ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള തോന്നൽ ജനങ്ങളുടെ ഇടയിലുണ്ടാവും.